എല്ലാവർക്കും നമസ്കാരം. സുലൂസ് DK ട്രിക്സ് ആരംഭിക്കുന്നു. ഇത് നമ്മൾ പഠിക്കുന്നത് അന്തർദേശീയ കായികം എന്ന ഭാഗമാണ്, ഇൻ്റർനാഷണൽ സ്പോർട്സ്. ആ ഭാഗവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായി ഏറ്റവും റീസെൻ്റായി ഉണ്ടായത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ PR ശ്രീജേഷുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ് കമ്മിറ്റി സഹ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ശ്രീ PR ശ്രീജേഷ്. നമ്മുടെ സ്വന്തം എറണാകുളംകാരനായ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ PR ശ്രീജേഷിനാണ് ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റ് കമ്മിറ്റി സഹ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് PSC കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് PR ശ്രീജേഷുമായി ബന്ധപ്പെട്ട്. ആ ചോദ്യങ്ങളും അതിൻ്റെ കോഡുമാണ് ഇനി നമ്മൾ കാണുന്നത്. 2. PR ശ്രീജേഷിന് അർജുന അവാർഡ് കിട്ടിയ വർഷം 2015. PR ശ്രീജേഷ് ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച വർഷം 2021. PR ശ്രീജേഷ് ലോക ഗെയിംസ് അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 2021. അപ്പോൾ 2014 2022 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീമിൻ്റെ അടിപൊളി ഗോൾ കീപ്പറായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട PR ശ്രീജേഷ്. 2021 അദ്ദേഹത്തിന് വേൾഡ് ഗെയിംസ് അത്ലറ്റ് അവാർഡ് ലഭിച്ചു. ഇതാണ് നമ്മുടെ കോഡ്. PR ശ്രീജേഷ് അർജുനൻ ഹോക്കി DWA. PR ശ്രീജേഷ് അർജുനൻ ഹോക്കി DWA. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, PR ശ്രീജേഷിന് അർജുന അവാർഡ് കിട്ടിയ വർഷം. ശ്രദ്ധിച്ചോണം. PR ശ്രീജേഷ് 1 2 3 4 5 6 7 8 9 10 10 അക്ഷരം. അർജുനൻ 1 2 3 4 5 അക്ഷരം. 10 + 5 = 15. 2015. PR ശ്രീജേഷിന് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് കിട്ടിയ വർഷം. HOCKEY ഹോക്കി 6 അക്ഷരം. 15 + 6 21. 2021 PR ശ്രീജേഷിന് ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ചത്. അടുത്ത ചോദ്യം, PR ശ്രീജേഷിന് വേൾഡ് ഗെയിംസ് അത്ലറ്റ് അവാർഡ് കിട്ടിയത് ഏത് കൊല്ലം? 2021. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് PR ശ്രീജേഷുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ഹോക്കിയുടെ ഗോൾ കീപ്പറാണ് അദ്ദേഹം. രണ്ടാമത്തെ ചോദ്യം, 2023 വിംബിൾഡൺ മെൻസ് സിംഗിൾസ് ചാമ്പ്യൻ ആര്? കാർലോസ് അൽക്കാരസ്. പരാജയപ്പെടുത്തിയത് നൊവാക് ജോക്കോവിക്. 2023 വിംബിൾഡൺ ചാമ്പ്യൻ എന്ന് പറയുന്ന ആരാണ്? കാർലോസ് അൽക്കാരസ്. അദ്ദേഹം തോൽപ്പിച്ചത് ആരെയാണ്? ലോക നമ്പർ 1 താരമായ നൊവാക് ജോക്കോവിക്കിനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ സ്പാനിഷ് പ്ലെയർ ആയിട്ടുള്ള കാർലോസ് അൽക്കാരസ് ആണ് വിജയിച്ചത്. പരാജയപ്പെട്ടതാരാണ്? ലോക നമ്പർ 1 താരമായ സെർബിയൻ താരമായ നൊവാക് ജോക്കോവിക്. നമ്മളിത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ട്രിക്കിലൂടെ പഠിക്കുന്നു. കാർലോസിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. കാർലോസ് അൽക്കാരസ്. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. കാർലോസ്, കാർ നഷ്ടപ്പെട്ട അൽക്കാരസ്. ഇങ്ങനെ പഠിച്ചാൽ മതി, മറക്കില്ല. കാർ നഷ്ടപ്പെട്ട അൽക്കാരസ് അദ്ദേഹമാണ് വിംബിൾഡൺ ചാമ്പ്യൻ. 2023 വിംബിൾഡൺ വുമൻസ് സിംഗിൾസ് ചാമ്പ്യൻ മാർക്കറ്റ വോൺഡ്രോസോവ. പരാജയപ്പെട്ടത് ഓൻസ് ജബീർ. മാർക്കറ്റ വോൺഡ്രോസോവയാണ് 2023 വിംബിൾഡൺ ചാമ്പ്യനായ വനിത. ഓൻസ് ജബീറിനെയാണ് പരാജയപ്പെടുത്തിയത്. വോൺഡ്രോസോവയെ ഓർത്തിരിക്കാനായി നമ്മൾ ലിങ്ക് ചെയ്യുന്നത് പ്രോട്ടോസോവയുമായിട്ടാണ്. ദാ കണ്ടോളൂ, പ്രോട്ടോസോവ വോൺഡ്രോസോവ. ഓർത്തിരുന്നാൽ മതി, മറക്കില്ല. പ്രോട്ടോസോവ വോൺഡ്രോസോവ. ഈ ജബീർ എന്ന് പറയുന്ന ടെന്നീസ് പ്ലെയറെ അറിയാത്തവർക്കായി മാത്രം ഞാനൊരു ചെറിയ ലിങ്ക് പറയാം. ജാഫർ ഇടുക്കി, അദ്ദേഹം ഒരു മലയാളത്തിലെ പ്രശസ്തനായ സിനിമാ താരമാണ്. ആ ജാഫർ ഇടുക്കിയെ നമ്മൾ ലിങ്ക് ചെയ്യുന്നു ജബീറുമായിട്ട്. ജാഫർ ജബീർ. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ വിംബിൾഡൺ വനിതാ ടെന്നീസിൽ 2023 വോൺഡ്രോസോവ ആരെയാണ് പരാജയപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ തെളിയേണ്ട ആരുടെ രൂപമാണ്? ജാഫർ ഇടുക്കി. ജാഫർ നമ്മൾ എങ്ങോട്ടെത്തും? ജബീറിലേക്ക് എത്തും. ഓക്കെ. 2023 അന്താരാഷ്ട്ര ഹോക്കി പുരുഷ ലോകകപ്പ് നടന്ന രാജ്യം ഇന്ത്യ. കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ,
ബിർസ മുണ്ട ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം, റൂർക്കല. 2023 അന്താരാഷ്ട്ര പുരുഷ ഹോക്കി ലോകകപ്പ് നടന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലാണ് എന്ത് നടന്നത്? അന്താരാഷ്ട്ര ഹോക്കി പുരുഷ വേൾഡ് കപ്പ് നടന്നു. ജയിച്ച ടീം അതാണ് ജർമ്മനി. രണ്ടാം സ്ഥാനം ബെൽജിയത്തിന്. ബിർസ മുണ്ട ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം റൂർക്കല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഡീഷയുടെ സ്റ്റീൽ സിറ്റി ഓഫ് ഒഡീഷ എന്ന് പറയുന്ന സ്ഥലമാണ് റൂർക്കല. സ്റ്റീൽ സിറ്റി ഓഫ് ഒഡീഷ. അവിടെയാണ് ഈ സ്റ്റേഡിയം. ഏത് സ്റ്റേഡിയം? ബിർസ മുണ്ട ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ബിർസ മുണ്ട എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയ അത്യുജ്വല പോരാളിയായിരുന്ന ആദിവാസി പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരാണ് ബിർസ മുണ്ട. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്റ്റേഡിയം എവിടെയാണ്? ഒഡീഷയിലാണ്. അവിടെ എന്ത് നടന്നു? അന്താരാഷ്ട്ര മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടന്നു. രണ്ടാമത്തെ സ്റ്റേഡിയം എവിടെയാണ്? കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. ജയിച്ചതാരാണ്? ജർമ്മനി. രണ്ടാം സ്ഥാനം ബെൽജിയം. കോഡ് നോക്കാം. ജർമ്മ ഹോക്കി സ്റ്റിക്കിന് ബെല്ലിനെ തല്ലി. ഇതാണ് നമ്മുടെ കോഡ്. ജർമ്മ ഹോക്കി സ്റ്റിക്കിന് ബെല്ലിനെ തല്ലി. ജർമ്മ എന്ന് പറഞ്ഞാൽ ജർമ്മനി, ബെൽ എന്ന് പറഞ്ഞാൽ ബെൽജിയം. ഹോക്കി സ്റ്റിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഹോക്കി 2023 ഹോക്കിയിൽ ആര് ജയിച്ചു? ജർമ്മനി ജയിച്ചു, ബെൽജിയം രണ്ടാം സ്ഥാനം. ഓക്കെ. ICC പുരുഷ ഏകദിന ലോകകപ്പ് 2023. ICC ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഏകദിന ലോകകപ്പ് 2023 ഇന്ത്യയിൽ നടന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം. ഒക്ടോബർ 5, 2023 മുതൽ നവംബർ 19, 2023 വരെയാണ് നടന്നത്. വരാൻ പോകുന്ന പരീക്ഷയുടെ കറക്റ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ കാലമാണ്. ഒക്ടോബർ 5, 2023 മുതൽ നവംബർ 19, 2023 വരെയാണ് നടന്നത്. പൂർണ്ണമായും ഇന്ത്യ വേദിയായ ആദ്യ ലോകകപ്പാണ്. ലോകകപ്പ് നടന്ന വർഷം 2023. വിജയിച്ചതാര്? ഓസ്ട്രേലിയയാണ് ആ ലോകകപ്പ് മത്സരത്തിൽ ജയിച്ചത്. ഇന്ത്യക്ക് രണ്ടാം സ്ഥാനം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ്, ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ്, ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. നമ്മൾ ഈ പാറ്റ് കമിൻസിനെ നമ്മൾ ചെറിയ കോഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു ട്രിക്ക് കൊണ്ട് കണ്ടോണം. പാറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തട്ടുക എന്നാണ്. ഈ കമിൻസിൻ്റെ ഒരു എം നമ്മളങ്ങ് കളയുന്നു. കമിൻസിൻ്റെ ഒരു എം കളഞ്ഞാൽ എന്തായി? കുമിൻസായി. കുമിൻസ് എന്ന് പറഞ്ഞാൽ ജീരകം. നമ്മൾ പാറ്റ് കമിൻസിന് ഒരു പുതിയ പേര് കൊടുക്കുകയാണ്, ജീരകത്തട്ട്. കോഡിന് വേണ്ടി മാത്രമുള്ളതാണ്, അങ്ങനെ കാണാവുള്ളൂ. ജീരകത്തട്ട്. ഇതാണ് കോഡ്. ജീരകം ശർമ്മയെ തട്ടി കപ്പടിച്ചു. ജീരകത്തട്ട് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ തട്ടിയിട്ട് കപ്പ് അടിച്ചു. ലോകകപ്പ് 2023 ആർക്ക് കിട്ടി? ഓസ്ട്രേലിയക്ക് കിട്ടി. ജീരകം ശർമ്മയെ തട്ടി കപ്പടിച്ചു. ഓക്കെ അല്ലേ? 2023 ICC ലോകകപ്പ് ഫൈനലിൻ്റെ വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്, ഗുജറാത്ത്. നമ്മുടെ രാജ്യത്ത് വെച്ച് നടന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഫൈനലിൻ്റെ വേദി ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്, ഗുജറാത്ത്. ആ സ്റ്റേഡിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് മറക്കരുത്. ലോകത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള സ്റ്റേഡിയമാണ്. മറക്കരുത്. 2023 ലണ്ടനിൽ വെച്ച് നടന്ന ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ വിജയികൾ ഓസ്ട്രേലിയ, ഇന്ത്യ. ഇപ്പോൾ 2023 ലണ്ടനിൽ വെച്ചാണ് എന്ത് നടന്നത്? ക്രിക്കറ്റിൻ്റെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. അവിടെയും ജയമാർക്കായിരുന്നു? ഓസ്ട്രേലിയക്കായിരുന്നു. രണ്ടാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു. അപ്പോൾ വൺ ഡേ മാച്ചിലും ടെസ്റ്റിലും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മാറ്റമില്ല. ആരാണ്? ഓസ്ട്രേലിയയും ഇന്ത്യയും. ഓക്കെ. എന്നാൽ ട്രാവിസ് ഹെഡ്, അദ്ദേഹമാണ് ഇന്ത്യയിൽ നടന്ന വൺ ഡേ മാച്ചിലും ലണ്ടനിൽ നടന്ന ടെസ്റ്റിലും മാൻ ഓഫ് ദ മാച്ച്. ഈ രണ്ട് കളികളിലും മാൻ ഓഫ് ദ മാച്ചായ
ട്രാവിസ് ഹെഡിന് നമ്മളൊരു കോഡ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ട്രാ MM ഹെഡ്. ട്രാ MM ഹെഡ്. MM എന്ന് ഉദ്ദേശിക്കുന്നത് മാൻ ഓഫ് ദ മാച്ച്. ട്രാ MM ഹെഡ് എന്ന് പഠിച്ചാൽ മതി. ഇന്ത്യയിൽ നടന്ന വൺ ഡേ മാച്ചിലും ലണ്ടനിൽ നടന്ന ടെസ്റ്റിലും ആരായിരുന്നു മാൻ ഓഫ് ദ മാച്ച്? ട്രാവിസ് ഹെഡ്. ട്രാ MM ഹെഡ്. 2023 ICC ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ടൂർണമെൻറ്റിലെ താരം, പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് വിരാട് കോഹ്ലി. അടിച്ച റൺ 765. നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി ആയിരുന്നു മാൻ ഓഫ് ദി ടൂർണമെൻറ്റ്. ടൂർണമെൻറ്റിലെ പ്ലെയർ എന്ന അവാർഡ് വാങ്ങിച്ചത് ആരാണ്? നമ്മുടെ വിരാട് കോഹ്ലിയാണ്. അദ്ദേഹം അടിച്ച റണ്ണിൻ്റെ എണ്ണം അതിലാണ് 765. ആ നമ്പറിന് പ്രത്യേകതയുണ്ട്. എന്താണ്? 5, 6, 7 തിരിച്ചിട്ട് അതിലാണ് 765. ഓക്കെ അല്ലേ? ഇനി അദ്ദേഹത്തിന് നമ്മളൊരു ചെറിയ കോഡ് കൊടുക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? MT കോഹ്ലി, മാൻ ഓഫ് ദ ടൂർണമെൻറ്റ് കോഹ്ലി. ഓക്കെ അല്ലേ? ഓക്കെ. ഭാഗ്യചിഹ്നം ബ്ലേസ് ആൻഡ് ടോക്ക്. 2023 അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഇതായി കാണുന്നതാണ് ബ്ലേസ് ആൻഡ് ടോക്ക്. ബ്ലേസ് ആൻഡ് ടോക്ക്. ബ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? വൈബ്രൻ്റായി ബൗൾ ചെയ്യുന്ന സ്ത്രീയുടെ ചിത്രമാണ് ബ്ലേസ്. ഇനി ടോക്ക് എന്ന് പറഞ്ഞാലോ ബൗളിംഗ്. ബൗളിങ്ങിൻ്റെ ബിയും എല്ലും ചേർത്തുണ്ടാക്കിയ വാക്കാണ് ഏത്? ബ്ലേസ്. മറക്കണ്ട, ബൗളിങ്ങിൻ്റെ ബിയും എല്ലും ചേർത്ത് ബ്ലേസ്. ടൺ എന്ന വാക്കിൽ നിന്നാണ് ടോങ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടൺ എന്ന് പറഞ്ഞാൽ 100. സെഞ്ചുറി അടിക്കുന്ന ബാറ്റ്സ്മാൻ. എങ്ങനെ സെഞ്ചുറി അടിക്കുന്നു? വളരെ ശാന്തമായി ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാനാണ് ആര്? ടോങ്. ഇവർ രണ്ടുമാണ് ഈ ക്രിക്കറ്റിൻ്റെ പ്രചരണത്തിലാകെ തെളിഞ്ഞു നിന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ബ്ലേസ് ആൻഡ് ടോങ്. ICC ഏകദിന ലോകകപ്പിന് മുന്നേയുള്ള ട്രോഫി പര്യടനം ആരംഭിച്ച അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ICC ലോകകപ്പിന് മുന്നേ ട്രോഫി പര്യടനം സംഘടിപ്പിച്ചിരുന്നു. അത് നമ്മുടെ അന്തരീക്ഷ പാളിയല്ല, അതിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയിലാണ് നടത്തിയത്. അതിൻ്റെ പേര് സ്ട്രാറ്റോസ്ഫിയർ എന്നാണ്. നമ്മുടെ പാളി ഏതാണ്? നാം ജീവിക്കുന്ന അന്തരീക്ഷ പാളിയുടെ പേരെന്താണ്? ട്രോപ്പോസ്ഫിയർ എന്നാണ്. ട്രോപ്പോസ്ഫിയർ. പരീക്ഷയ്ക്ക് PSC പലവട്ടം ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. നമ്മുടെ അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ, തൊട്ടുമുകളിൽ സ്ട്രാറ്റോസ്ഫിയർ. 47th കോപ്പ അമേരിക്ക 2021 ജേതാക്കൾ അർജന്റീന, 2ാം സ്ഥാനം ബ്രസീൽ. 2024 കോപ്പ അമേരിക്ക USA. 47ാമത് കോപ്പ അമേരിക്ക ജയിച്ചതാരെ? അർജന്റീന. 2ാം സ്ഥാനം ആർക്ക്? ബ്രസീൽ. ബ്രസീലിൽ വെച്ചാണ് കളി നടന്നത്. 2024 കോപ്പ അമേരിക്ക നടക്കാൻ പോകുന്നത് അമേരിക്കയിലാണ്, USAയിലാണ്. ജൂൺ ജൂലൈ മാസത്തിലാണ് കളി നടക്കാൻ പോകുന്നത്. നമ്മൾ കോഡ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതാണ് കോപ്പ പൊട്ടിച്ചു അർജൻ, പൊട്ടിക്കരഞ്ഞു ബ്രസീൽ, കോപ്പ തരാമെന്ന് US. ഈ കോഡൊന്ന് പഠിച്ചു വെച്ചാൽ മതി. കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ചെറിയ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് പിടിക്കാം. കോപ്പ പൊട്ടിച്ചു അർജൻ, പൊട്ടിക്കരഞ്ഞു ബ്രസീൽ, കോപ്പ തരാമെന്ന് US. അടുത്ത കോപ്പ നടക്കുന്ന എവിടെയെന്ന് ചോദ്യം ചോദിക്കാം. അത് USA. ഓക്കെ. അടുത്ത ഒളിമ്പിക്സ് എന്ന് എവിടെ വെച്ച്? 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ പാരീസിലാണ്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ ഈ വർഷം പാരീസിൽ വെച്ചാണ് അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അതിനടുത്ത ഒളിമ്പിക്സ് എവിടെയാണ്? USAയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് നടക്കുന്നത്. പാരീസ് 4 ഏഞ്ചൽസ് 8. ഒരു സിമ്പിൾ കോഡ് ചുമ്മാ പറഞ്ഞു. പാരീസ് 4 ഏഞ്ചൽസ് 8. ഓക്കെ. അടുത്ത ഭാഗം ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചാണ്. 2022 ഏഷ്യൻ ഗെയിംസ് എന്നാണ് പറയുന്നെങ്കിലും ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ്. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ നടന്നതുകൊണ്ട് അത് 2023 കറണ്ട് അഫയേഴ്സാണ്. അതിലുപരി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 19th ഏഷ്യൻ ഗെയിംസ്. നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് ചൈനയിൽ നടന്നത്? 19th. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് ചൈനയിൽ നടന്നത്. ഒരു ട്രിക്ക് കാണിക്കാം, നോക്കിയോളൂ. ഏഷ്യൻ ഞാൻ ഇങ്ങനെ എഴുതുന്നു, S വലുതാക്കി എഴുതുന്നു. S = 19.
എസിൻ്റെ ആൽഫബറ്റിക്കൽ നമ്പർ എത്രയാണ്? ABCDEF എന്ന് എണ്ണിയാൽ എസ് എവിടെ കിട്ടും? 19. അറിയാവുന്നവരുണ്ടാവാം, അറിയാൻ മേലാത്തവർ എണ്ണി നോക്കിക്കോണം. എസിൻ്റെ ആൽഫബറ്റിക്കൽ നമ്പർ 19 നമ്മളിവിടെ കൊടുക്കുന്ന ട്രിക്ക് അനുസരിച്ച്. എത്രാമത് ഏഷ്യൻ ഗെയിംസ് എന്നറിയാതെ കണ്ടാൽ മതി, എസ് മാത്രം എടുത്താൽ മതി. ഏഷ്യൻ്റെ എസ് എടുത്താൽ കിട്ടും. 19th ഏഷ്യൻ ഗെയിംസ്. 2022 ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചതെന്ന്, എന്നാണ് ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയത്? അപ്പോൾ നമ്മൾ സെപ്റ്റംബർ ആണെന്ന് കണ്ടു ഇല്ലേ? ഞാൻ പറഞ്ഞു, കണ്ടില്ല അല്ലേ? കാണിച്ചു തരാം. ഈ 19th 9 നമ്മളിങ്ങ് എടുക്കുന്നു. 19th 9 നമ്മൾ എടുക്കുന്നു. 9 എന്താണ്? 9ാം മാസമാണ്, സെപ്റ്റംബറാണ്. ഇനി 23, 2023 23 ഇങ്ങ് എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? 23 സെപ്റ്റംബർ 23 2023. ഓക്കെ. 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഹാങ്ഷോ, ചൈന. ചൈനയിലെ ഹാങ്ഷോ എന്ന് പറയുന്ന പട്ടണത്തിലാണ് എന്ത് നടന്നത്? 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത്. ചൈനയിൽ എത്രാം തവണയാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത്? 3. ചൈനയിൽ 3ാമത്തെ പ്രാവശ്യമാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത്. വേറൊരു കാര്യം പറഞ്ഞുതരാം. ചൈനയ്ക്ക് ലോകത്ത് വിസ്തൃതിയുടെ കാര്യത്തിൽ, ഏരിയയുടെ കാര്യത്തിൽ ചൈനയുടെ സ്ഥാനം എത്രയാണ്? 3. ചൈന വിസ്തൃതിയിൽ ലോകരാജ്യങ്ങളിൽ 3ാം രാജ്യമാണ്. 1ാമത് റഷ്യയാണ്, 2ാമത് കാനഡയാണ്. ഓക്കെ. ഇതിനു മുമ്പ് ചൈനയിൽ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷങ്ങൾ 1990, 2010. 1990-ലും 2010-ലുമാണ് ഇതിനു മുമ്പ് ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത്. ചുരുക്കി പഠിക്കാം. 90-10. 1951-ലാണ് ഏഷ്യൻ ഗെയിംസ് ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരു 90-ഉം ഒരു 10-ഉം മാത്രമേ ഇത്രയും കാലത്തിനിടെ ഉണ്ടായിട്ടുള്ളൂ. 1990-ഉം 2010-ഉം. ചുരുക്കി പഠിക്കാം. 90-10 മറക്കത്തില്ല. ഓക്കെ. 2022 ഏഷ്യൻ ഗെയിംസിലെ മെഡൽ നില: 1 ചൈന, 2 ജപ്പാൻ, 3 സൗത്ത് കൊറിയ, 4 ഇന്ത്യ, 5 ഉസ്ബെക്കിസ്ഥാൻ. ഇതാണ് കോഡ്. ചൈജാൻ പറഞ്ഞു സൈക്കോയാന്ന്, ഇന്ദു ഉസ്ബു പിണങ്ങിപ്പോയി. ഇതാണ് നമ്മുടെ കോഡ്. സിമ്പിൾ കോഡാണ്, സൂപ്പർ കോഡാണ്. ചൈജാൻ പറഞ്ഞു സൈക്കോയാന്ന്, ഇന്ദു ഉസ്ബു പിണങ്ങിപ്പോയി. ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്ത്യ, ഉസ്ബെക്കിസ്ഥാൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇന്ത്യൻ പതാക ഏന്തിയത് ആരെല്ലാം? ഹർമൻപ്രീത് സിംഗ്, ലവ്ലീന ബോർഗോഹായ്. 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പതാക ഏന്തിയത് ആരെല്ലാം എന്നാണ് ചോദ്യം. ഹർമൻപ്രീത് സിംഗ് നിങ്ങൾക്കറിയാം, നമ്മളുടെ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് സിംഗ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീമിൻ്റെ ഉജ്ജ്വലനായ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ബോക്സിങ്ങിന് വെങ്കല മെഡൽ നേടിയ ലവ്ലീന ബോർഗോഹായ്. അവർ രണ്ടുപേരുമാണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൻ്റെ പതാക വാഹകർ. ലവ്ലീന ബോർഗോഹായ് നമ്മളൊന്ന് ചുരുക്കി പഠിക്കുന്നു. ലവ്ലീന ബോർഗോ. ഓക്കെ. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആര്? ശ്രീ PR ശ്രീജേഷ്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് മലയാളത്തിൻ്റെ അഭിമാനമായ ശ്രീ PR ശ്രീജേഷ്. ഇന്ത്യക്ക് സ്വർണം കിട്ടിയ ഗെയിമുകൾ കബഡി പുരുഷൻ വനിത. പുരുഷനും വനിതയ്ക്കും സ്വർണം കിട്ടി കബഡി. ക്രിക്കറ്റിൽ പുരുഷനും വനിതയ്ക്കും സ്വർണം കിട്ടി. ഹോക്കി പുരുഷന്മാർക്ക് മാത്രം സ്വർണം കിട്ടി. ബാഡ്മിൻ്റൺ ഡബിൾസിന് നമുക്ക് സ്വർണം കിട്ടി. ടെന്നീസ് മിക്സഡ് ഡബിൾസിന് നമുക്ക് സ്വർണം കിട്ടി. സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ സ്വർണം കിട്ടി. ഇത്രയും സ്വർണം കിട്ടിയ ഗെയിമുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. നമുക്കത് ഓർത്തിരിക്കാനുള്ളൊരു കോഡ് പഠിക്കാം. ഹോം, കാ, ക്രീ, ബാ, ടെന്നി, സ്ക്വാഡ് ഓടിക്കാം. ഹോം, കാ, ക്രീ, ബാ, ടെന്നി, സ്ക്വാഷ് ഓടിക്കാം. ഇതാണ് നമ്മുടെ കോഡ്. ഹോം, കാ, ക്രീ, ബാ, ടെന്നി, സ്ക്വാഷ് ഓടിക്കാം. ഹോമിൻ്റെ ബ്രാക്കറ്റിൽ M ഉണ്ട്, മെയിൽസ് ഓൺലി. കാ, ക്രീ കബഡി, ക്രിക്കറ്റ്. കബഡിയും ക്രിക്കറ്റും M and F ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ സ്വർണം നേടി. ബാ ബാഡ്മിൻ്റൺ ഡബിൾസിൽ സ്വർണം നേടി. അതിൻ്റെ ബ്രാക്കറ്റിൽ ഒരു D ഉണ്ട്. ടെന്നീസ്, സ്ക്വാഷ് ഓടിക്കാം. ടെന്നീസിലും സ്ക്വാഷിലും എന്താണ്
MD ആണ്, മിക്സഡ് ഡബിൾസ് ആണ്. മിക്സഡ് ഡബിൾസ് ടെന്നീസിലും മിക്സഡ് ഡബിൾസ് സ്ക്വാഷിലും നമുക്ക് എന്തുണ്ട്? സ്വർണം ഉണ്ട്. ഓക്കെ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ 2022 ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്. ഋതുരാജ് ഗെയ്ക്വാദ് ആയിരുന്നു നമ്മുടെ ഏഷ്യൻ ഗെയിംസിലെ ക്യാപ്റ്റൻ. അത് ഓർത്തിരിക്കാനൊരു ചെറിയൊരു ട്രിക്ക് കാണിക്കാം. ഈ ഗെയിംസ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. ആ ഗെയിംസ് ഗെയ്ക്വാദ്, ഗെയിംസിൻ്റെ ജിയും ഗെയ്ക്വാദിൻ്റെ ജിയും നമ്മൾ ലിങ്ക് ചെയ്യുന്നു. ഗെയിംസ് ഗെയ്ക്വാദ്. ഇനി മറക്കണം. ബാഡ്മിൻ്റൺ ഡബിൾസ് സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി 2023 നമ്മുടെ ധ്യാൻചന്ദ് ഖേൽരത്ന നൽകി നമ്മൾ ആദരിച്ച മിടുക്കന്മാരായ ജോഡിയാണ് സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. അവരുടെ അശ്വമേധം ഇന്ത്യൻ മഹാരാജ്യത്തും വിദേശത്തും എന്താണ് തുറന്നുകൊണ്ടേയിരിക്കും. ഋതുജ ഭോസ്ലെ ആൻഡ് രോഹൻ ബൊപ്പണ്ണ അവരാണ് ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടിയ താരങ്ങൾ. ഋതുജ ഭോസ്ലെ ആൻഡ് രോഹൻ ബൊപ്പണ്ണ. ബൊപ്പണ്ണ എല്ലാവർക്കും അറിയാം, ടെന്നീസ് താരമാണ്. ഋതുജയെ അറിയാത്ത വർഷാറിലെങ്കിലും ഉണ്ടാവും. ചെറിയൊരു കോഡ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഇതാണ് MD ബോഫോ. MD ബോഫോ. MD എന്ന് പറഞ്ഞാൽ മിക്സഡ് ഡബിൾസ്, ബോ എന്ന് പറഞ്ഞാൽ ബൊപ്പണ്ണ, ഭോ എന്ന് പറഞ്ഞാൽ ബോസ്ലെ. MD ബോഫോ മിക്സഡ് ഡബിൾസ് ബൊപ്പണ്ണ ബോസ്ലെ. ഓക്കെ. ഷൂട്ടിങ്ങിൽ 7 സ്വർണം. ഷൂട്ടിങ്ങിൽ നമുക്ക് 7 സ്വർണ്ണമാണ് ലഭിച്ചത്. അത്ലറ്റിക്സിൽ 6 സ്വർണം. 300 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് അവിനാഷ് സാംബ്ലെ. അത്ലറ്റിക്സിലെ സ്വർണ്ണമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഭാഗമാണ് അത്ലറ്റിക്സിലെ സ്വർണം. അവിനാഷ് സാംബ്ലെ എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? 300 മീറ്റർ സ്റ്റീപ്പിൾ ചേസ്. നമുക്ക് സാമ്പിളെ എന്ന് പഠിക്കാൻ ചില പാടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? സാമ്പിൾ എന്ന് പഠിച്ചാൽ മതി. SAMPLE സാമ്പിൾ. കാരണം അദ്ദേഹം ഒരു സാമ്പിളാണ്, ഇന്ത്യൻ ജനതയ്ക്ക് ഒരു സാമ്പിളാണ്. 6 കിലോമീറ്റർ നടന്നും ഓടിയും കുണ്ടിലും കുഴിയിലൂടെയും ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് സ്കൂളിൽ പോയി വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ അവിനാഷ് സാംബ്ലെ. ഇന്ന് അദ്ദേഹം നമുക്കൊരു സാമ്പിളാണ്, ഒരു മാതൃകയാണ്, ഒരു ഉദാഹരണമാണ്. എന്ത്? 300 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മുന്നേറുന്ന നമ്മുടെ സ്പ്രിന്റ് താരമാണ് ആര്? അവിനാഷ് സാംബ്ലെ. ഓക്കെ. പുരുഷ ഷോട്ട് പുട്ട് തജീന്ദർ പാൽ സിംഗ് ടൂർ. തജീന്ദർ പാൽ സിംഗ് ടൂറാണ് നമുക്ക് പുരുഷ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിത്തന്ന താരം. തജീന്ദർ പാൽ സിംഗ് ടൂർ. നമ്മൾ ഷോട്ട് പാൽ ടൂർ എന്നൊരു കോഡ് പഠിക്കുന്നു. ഷോട്ട് പാൽ ടൂർ. ടൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഐറ്റമാണല്ലോ ടൂർ, യാത്ര പോകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിച്ചാൽ മതി. ഷോട്ട് പാൽ ടൂർ. ഷോട്ട് ആരാണ്? പാൽ ടൂർ. ഷോട്ട് പാൽ ടൂർ. 5000 മീറ്റർ ഓട്ടം വിമൺ പരുൾ ചൗധരി. 5000 മീറ്റർ ഓട്ടം, സ്ത്രീകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയത് പരുൾ ചൗധരി. ഈ മിടുമിടുക്കിക്ക് നമ്മളൊരു പേര് കൊടുക്കുന്നു, പറക്കും ചൗധരി. ഇതാണ് നമ്മുടെ കോഡ്, പറക്കും ചൗധരി. പറക്കും ചൗധരി എന്ന് പഠിച്ചു വെച്ചോളൂ, ഒരു കാരണവശാലും ഉത്തരം തെറ്റില്ല. ആരാണ്? 5000 മീറ്റർ ഓട്ടത്തിൽ സ്വർണം. ജാവലിൻ വുമൺ അന്നു റാണി. അന്നു റാണിക്കാണ് നമ്മൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ജാവലിൻ ത്രോയിൽ സ്വർണം കിട്ടിയിരിക്കുന്നത്. അന്നു റാണി. നമ്മളൊരു കോഡ് കൊടുക്കുന്നു, ജാവലിൻ റാണി. ജാവലിൻ റാണി, അതാണ് നമ്മുടെ അന്നു റാണി. എന്ന് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ നമ്മുടെ സ്വന്തം ജാവലിൻ റാണി. അന്നു റാണിക്കാണ് ജാവലിനിൽ സ്വർണം. ജാവലിൻ മെൻ നീരജ് ചോപ്ര. എല്ലാവർക്കും അറിയാവുന്നതാണ്. നീരജ് ചോപ്രയ്ക്കാണ് ഏഷ്യൻ ഗെയിംസിൽ എന്ത് കിട്ടിയത്? ജാവലിനിൽ സ്വർണം കിട്ടിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടി. അതുമാത്രമല്ല 2023 ഇൻ്റർനാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജാവലിന് സ്വർണം നേടിയ ഇന്ത്യയിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച അത്ലറ്റിൻ്റെ പേരാണ് നീരജ് ചോപ്ര. 4x400 മീറ്റർ റിലേ മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, മുഹമ്മദ് അജ്മൽ, രാജേഷ് രമേശ്.
4x400 മീറ്റർ റിലേക്ക് ഏഷ്യൻ ഗെയിംസിൽ നമ്മൾ എന്ത് ചെയ്തു? സ്വർണം നേടി. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആ 4 പേരിൽ 3 പേര് മലയാളികളാണ്. ഒരാൾ നമ്മുടെ അയൽവാസി തമിഴ്നാട്ടുകാരാണ്. അതാണ് രാജേഷ് രമേശ്. രാജേഷ് രമേശ് തമിഴ്നാടാണെങ്കിൽ പോലും ആ പേര് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. രാജേഷും രമേശും നമുക്കെല്ലാം പരിചയമുള്ള നിരവധി രാജേഷ്മാരും രമേഷ്മാരുമുണ്ട്. ഇനി ഈ 3 പേര് തമ്മിൽ അനസ്, അമോജ്, അജ്മൽ, അത് തമ്മിലുള്ള പൊരുത്തം നിങ്ങൾ കണ്ടോ? അജ്മൽ, അമോജ് ആൻഡ് അനസ്. 3ഉം എയിൽ തുടങ്ങുന്ന പേരാണ്. അജ്മൽ, അമോജ് ആൻഡ് അനസ്. അതൊന്ന് പഠിച്ചു വെക്കുക. അജ്മൽ, അമോജ്, അനസ് ഇവരാണ് നമുക്ക് 4x400 മീറ്റേഴ്സ് റിലേയിൽ സ്വർണം നേടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ. സ്ക്വാഷ് മിക്സഡ് ഡബിൾസ് ദീപിക പള്ളിക്കൽ, ഹരീന്ദർ പാൽ സിംഗ് സദ്ദു. ദീപിക പള്ളിക്കൽ എന്ന് പറയുന്നത് മലയാളിയാണ്. ഹരീന്ദർ പാൽ സിംഗ് സദ്ദുവും ദീപികയും ചേർന്നുള്ള മിക്സഡ് ഡബിൾസിലാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? സ്ക്വാഷിന് നമുക്ക് സ്വർണം കിട്ടിയത്. അപ്പോൾ ഹരീന്ദർ പാൽ സിംഗ് സദ്ദു, ദീപിക പള്ളിക്കലും, ഇതാണ് നമ്മുടെ ചിഹ്നക്കോഡ്. ദീപിക പാൽ സിംഗ് സന്ധുവിന് സ്ക്വാഷ് കൊടുത്തു. ദീപിക പാൽ സിംഗ് സന്ധുവിന് സ്ക്വാഷ് കൊടുത്തു. അതൊന്ന് പഠിച്ചു വെച്ചാൽ ആ ഭാഗം ഓക്കെ ആവും. ദീപിക പാൽ സിംഗ് സന്ധുവിന് സ്ക്വാഷ് കൊടുത്തു. ഓക്കെ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ ഗോൾഫ് താരം അതിഥി അശോക്. ഏഷ്യൻ ഗെയിംസിൽ ഇത്രയും കാലം നമുക്ക് സ്ത്രീകളുടെ വിഭാഗത്തിൽ ഗോൾഫിൽ സ്വർണം ലഭിച്ചിരുന്നില്ല. അത് ഗോൾഫിൽ മെഡൽ ലഭിച്ചിരുന്നില്ല. നമ്മളുടെ സ്വർണത്തിൻ്റെ 6 പേരുടെ കഴിഞ്ഞു. നമ്മളിനി വെള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഗോൾഫിൽ ഇതുവരെ മെഡൽ ലഭിച്ചിരുന്നില്ല. ഗോൾഫിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? അതിഥി അശോക്. ബാംഗ്ലൂരുകാരിയായ അതിഥി അശോകിന് എന്ത് കിട്ടി? ആദ്യമായിട്ട് ഗോൾഫിൽ വെള്ളി മെഡൽ നേടി. അതിഥി അശോക്. ഒരു ചിന്ന കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിഥി ഗോൾഫിൽ ആദ്യ അതിഥി. ഇതറിയാലോ അല്ലേ? മലയാളത്തിൻ്റെ സ്പെല്ലിംഗ് നമുക്കറിയാലോ. ഇതവരുടെ പേരാണ്. അതിഥി. അതിഥി, നമ്മുടെ അതിഥി. ആദ്യത്തെ ഗോൾഫിൽ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ വനിതയാണ് ആര്? നമ്മുടെ അതിഥി അശോക്. 100 മീറ്റർ ഹർഡിൽസ് വുമൺ വെള്ളി ജ്യോതിയർ രാജി. 100 മീറ്റർ ഹർഡിൽസിൽ നമ്മുടെ ഒരു വനിത എന്ത് ചെയ്തു? വെള്ളി മെഡൽ നേടി. അദ്ദേഹത്തിൻ്റെ പേരാണ് ജ്യോതിയർ രാജി. ജ്യോതിയർ രാജി. അപ്പോൾ ജ്യോതിയർ രാജി 100 മീറ്റർ ഹർഡിൽസ് എന്ന ഒരു സ്പ്രിൻ്റ് ഐറ്റമാണ്. നമുക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു താരമാണ് ജ്യോതിയർ രാജി. നമ്മളൊരു ചിന്ന കോൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് ജ്യോതി 100 mH. ജ്യോതി 100 mH എന്ന് പഠിച്ചു വെക്കുക. ജ്യോതി 100 mH. ജ്യോതി 100 മീറ്റർ ഹർഡിൽസ് എന്നർത്ഥം. 800 മീറ്റർ ഓട്ടം മെൻ മുഹമ്മദ് അഫ്സൽ. മുഹമ്മദ് അഫ്സൽ മലയാളിയാണ്. 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയത് നമ്മുടെ മലയാളിയാണ് മുഹമ്മദ് അഫ്സൽ. 800 മീറ്റർ ഓട്ടം. അദ്ദേഹത്തിൻ്റെ പേരിനകത്ത് എന്ത് കിടപ്പുണ്ട്? 800 കിടപ്പുണ്ട്. കാണിക്കാം. മുഹമ്മദ് അഫ്സൽ 1 2 3 4 5 6 7 8. ആകെ അക്ഷരങ്ങളുടെ എണ്ണം 8. നമ്മൾ ഈ ഇമ്മ ഇങ്ങ് എടുക്കുന്നു. ആ ഇമ്മയെ നമ്മൾ എന്താക്കി മാറ്റുന്നു? 0 ആക്കി മാറ്റും. ഇമ്മയെ എന്താക്കി മാറ്റുന്നു? 0 ആക്കി മാറ്റുന്നു. ആകെ അക്ഷരം 8. ഇമ്മയെ നമ്മൾ മുഹമ്മദിൻ്റെ ഇമ്മയെ 0 ആക്കി മാറ്റുമ്പോൾ എന്ത് കിട്ടുന്നു? 800 കിട്ടുന്നു. മുഹമ്മദ് അഫ്സലിൻ്റെ പേരിനകത്ത് എന്ത് കിടപ്പുണ്ട്? 800 കിടപ്പുണ്ട്. വനിതാ ലോങ് ജമ്പ് വെള്ളി ആൻസി സോജൻ. വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയിരിക്കുന്നത് മലയാളിയാണ്. പേര് ആൻസി സോജൻ. മറക്കണ്ട, സോജൻ. സോജനകത്തും എന്ത് കിടപ്പുണ്ട്? അവരുടെ നേട്ടം കിടപ്പുണ്ട്. എസ് ഫോർ സിൽവർ, ജെ ഫോർ ജമ്പ്. അപ്പോൾ സോജൻ്റെ എസ് സിൽവറിനുള്ളതാണ്. സോജൻ്റെ ജെ എന്തുള്ളതാണ്? ജമ്പിനുള്ളതാണ്. 1500 മീറ്റർ ഓട്ടം ജിൻസൺ ജോൺസൺ. 1500 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയിരിക്കുന്നതും മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജിൻസൺ ജോൺസൺ എന്നാണ്. ജിൻസൺ ജോൺസൺ. ഈ ജോൺസൺ എന്ന് പറയുന്ന പേരിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ജോൺസണ് പ്രൊണൗൺസ് ചെയ്യപ്പെടുന്ന ശബ്ദം ഏതാണ്? ഓ, ജോ, ഓ. ആ ഓ എന്ന് പറയുന്ന വാക്കിൻ്റെ നമ്പർ എത്രയാണ്? ആൽഫബറ്റിക്കൽ നമ്പർ A B C D 1 2 3 4 എത്ര കിട്ടും? ഓ എന്ന് പറഞ്ഞാൽ 15 ആണ്.
O15 ജോൺസണ് ഇവിടെ ഒരു O ഉണ്ട്, ഇവിടെ ഒരു O ഉണ്ട്. ഈ രണ്ട് O ഞാൻ ഇപ്പോഴത്തെ എത്ര കിട്ടും? 1500 കിട്ടും. അപ്പോൾ ജോൺസന്റെ പേരിനകത്ത് എന്ത് കിടപ്പുണ്ട്? 1500 കിടപ്പുണ്ട്. മുഹമ്മദ് അഫ്സലിന്റെ പേരിനകത്ത് 800 കിടപ്പുണ്ട്. ജോൺസന്റെ പേരിനകത്ത് 1500 കിടപ്പുണ്ട്. ജോൺസന്റെ O എന്ന് പറയുന്നത് എന്താണ്? ഓടാണ്. ഓടിൻ്റെ ആണ് O. അപ്പോൾ വെങ്കല മെഡൽ നേടിയ മലയാളി താരമാണ് ആര്? നമ്മുടെ ജോൺസൺ. പുരുഷ ബാഡ്മിൻ്റൺ സിംഗിൾസ് HS പ്രണോയിക്കാണ് പുരുഷ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ എന്ത് കിട്ടിയത്? വെങ്കല മെഡൽ കിട്ടിയത്, ബ്രോൺസ് കിട്ടിയിരിക്കുന്നത്. HS പ്രണോയി അറിയാമോ? അറിയണം. നമ്മുടെ സ്വന്തം മലയാളിയാണ്. തിരുവനന്തപുരംകാരനായ HS പ്രണോയി ലോകത്ത് 6ാം സ്ഥാനമുള്ള ബാഡ്മിൻ്റൺ പ്ലെയറാണ്. അദ്ദേഹത്തിനാണ് വെങ്കല മെഡൽ നമുക്ക് ഈ ഏഷ്യൻ ഗെയിംസിൽ കിട്ടിയിരിക്കുന്നത്. ബ്രോൺസ് പ്രണോയി എന്ന് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പഠിച്ചോളൂ. ബ്രോൺസ് പ്രണോയി കിട്ടിയത് ബ്രോൺസ് മെഡലാണ്. ബ്രോൺസ് പ്രണോയി. ഓക്കെ. 2026 ഏഷ്യൻ ഗെയിംസ് എവിടെയാണ്? ഐച്ചി നഗോയ, ജപ്പാൻ. ജപ്പാനിലെ ഐച്ചി നഗോയ എന്ന് പറയുന്ന 2 പട്ടണങ്ങളിലാണ് 26 ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്. ഐച്ചി, ഇപ്പോൾ മനസ്സിലായില്ലേ? അത്തരം പ്രൊണൗൺസിയേഷൻ വരുന്ന ചൈന കഴിഞ്ഞാൽ പിന്നെയുള്ള രാജ്യമാണ് ജപ്പാൻ. ഓക്കെ. ചെസ് വേൾഡ് കപ്പ് 2023 2ാം സ്ഥാനം ആർ പ്രജ്ഞാനന്ദ, 1ാം സ്ഥാനം മാഗ്നസ് കാൾസൺ. 2023 ചെസ് വേൾഡ് കപ്പിൽ 2ാം സ്ഥാനം നമ്മുടെ ആർ പ്രജ്ഞാനന്ദയ്ക്കാണ്. എല്ലാവർക്കും അറിയാവുന്ന താരമാണ് ആർ പ്രജ്ഞാനന്ദ. റീസെൻ്റായി വളർന്നു വന്ന ലോക അറിയുന്ന ചെസ് കളിക്കാരനാണ്, തമിഴ്നാട്ടുകാരനാണ്. ആർ പ്രജ്ഞാനന്ദയ്ക്ക് 2ാം സ്ഥാനം ലോക ചെസ് വേൾഡ് കപ്പ് 2023. 1ാം സ്ഥാനം ആർക്കാണ്? മാഗ്നസ് കാൾസൺ. നോർവീജിയൻ ചെസ് ഇതിഹാസം എന്നാണ് അറിയപ്പെടുന്നത്. നോർവീജിയൻ ചെസ് ഇതിഹാസം മാഗ്നസ് കാൾസണാണ് 1ാം സ്ഥാനം. അദ്ദേഹം 2013 മുതൽ എന്താണ്? ചാമ്പ്യനാണ്. മാഗ്നസ് കാൾസൺ ഒരു ചെസ് ഇതിഹാസം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഗുണം ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ക്ലാസ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് എല്ലാവർക്കും ഗുണം ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.